ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഈ സ്നാക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനുമൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കാം. വെന്തെടുത്ത ഈ പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എല്ലാ വെജിറ്റബിളും കൂടെ ചേർക്കുമ്പോൾ ഉപ്പൊന്നിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊട്ടറ്റോ മാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ മാവൊന്നും കട്ട നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 1 ക്യാരറ്റിൻ്റെ പകുതി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ബട്ടർ ഞാൻ അതും ഗ്രേറ്റ് ചെയ്തെടുത്തു. 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണേ കാണുകയുള്ളൂ, അതും കൂടെ നമുക്ക് ഇതിനോട് ഇട്ട് കൊടുക്കാം. മാഷ് ചെയ്തെടുത്ത ഈ പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് മിൻസ്ഡ് മീറ്റും കൂടെ ഇട്ട് കൊടുക്കാം. വെന്ത മീറ്റാണേ, നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൽ ആ മുട്ട മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്താൽ മതി. പൊട്ടറ്റോയും മീറ്റും ഒക്കെ നന്നായിട്ട് വെന്തതാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കണം. ആദ്യമായിട്ട് ഉപ്പ് തന്നെ ആവശ്യത്തിനുണ്ട്. ഇത് ഞാൻ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുത്തതാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഫില്ലിങ് വെക്കാനായിട്ട് ഞാൻ 2 ചപ്പാത്തിയാണ് എടുത്തത്. നമുക്ക് ആദ്യം ചപ്പാത്തി ഒന്ന് വെന്തെടുക്കാം. നമ്മൾ ആദ്യത്തെ ചപ്പാത്തി വെന്തെടുത്തിട്ടുണ്ട്. അടുത്തതും കൂടി ഒന്ന് എടുക്കാം. 2 ചപ്പാത്തി നമ്മൾ വെന്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ ചപ്പാത്തി ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. ചെറു തീയിൽ വേണം നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാൻ. കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതിനും കൂടി ഇച്ചിരി ബട്ടർ മേളിൽ പുരട്ടി കൊടുക്കാം. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് എടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്നാക്ക് റെഡിയാക്കിയിരിക്കുകയാണ്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.